നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്രീഹര എവിടെ? എപ്പോ ഇവിടെ വർത്താനം പറയാൻ നാവനൊക്കെ ആ സമയത്ത് നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളുന്നതാണല്ലോ. അവള് കുഞ്ഞിന് പാല് കൊടുക്കാൻ മുത്തശ്ശി. ഇന്നത്തോടെ അത് നിർത്തിയേക്കണം. ഈ മീനാക്ഷി കാർത്തിയും ചുറ്റിച്ചുകൊണ്ട് കുഞ്ഞുമായിട്ട് എവിടെ പോയതാ? കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതല്ലേ? ഒന്നും അങ്ങോട്ടൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവൾക്ക് എന്തു പറ്റി? വക്രബുദ്ധി കൊണ്ട് ആരുടെ കുതികാല വിട്ടണോന്ന് ആലോചിക്കുവാണോ? ആരെ ഒതുക്കാനുള്ള ആലോചനയല്ല മൈഥിലി. ഒതുക്കാനോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? സോറി, നീ നിന്നെ തന്നെ പിടിക്കാതെ നിൽക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അല്പം ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നതാ. ഓ, നീ കുറെ നാളായിട്ട് എയറിലാണല്ലോ, പിന്നെന്തിനാ ഫ്രഷ് എയർ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? അല്ല, നീ കുറെ നാളായിട്ട് ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ലാത്ത പരുവത്തിലാണെന്ന് പറയുമായിരുന്നു. ഞാൻ ഇവിടെ നിന്നാ നിങ്ങൾക്ക് എന്താ? എനിക്കൊന്നുമില്ലേ, ഒരു സഹപ്രവർത്തകാന്ന് കരുതി സങ്കടം കൊണ്ട് ചോദിച്ചു പോയതാണേ. കുഞ്ഞുമായി ഒന്ന് നിന്നേ. എന്റെ പൊന്നു മൈഥിലി, നീ എന്നെ മാലതിന്ന് വിളിച്ചാ മതി. ഈ നാണം കെട്ട വിളി നീ എന്നെ വിളിക്കല്ലേ. കാർത്തിയുടെ ഭാര്യയായിരുന്നപ്പോ നീ എന്നെ കുഞ്ഞമ്മായി എന്ന് വിളിച്ചത് ന്യായം. ഇപ്പൊ കാർത്തിയുടെ ഭാര്യ മീനാക്ഷി ആണല്ലോ, അതുകൊണ്ട് നീ എന്നെ അമ്മായി എന്ന് വിളിക്കരുത്. ആ വിളി കേൾക്കുമ്പോ എനിക്ക് എന്തോ ഒരു ഇത്. എനിക്കൊരു ഇതും ഇല്ല, ഞാൻ കുഞ്ഞമ്മായിനെ വിളിക്കും. ചത്താലും ചിലരുടെ ആഗ്രഹങ്ങൾ തീരില്ലല്ലോ. നീ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ. നിനക്കെന്തോ ചോദിക്കാനുണ്ടല്ലോ, അത് നീ ചോദിക്കൂ. കാർത്തി മീനാക്ഷിയും കുഞ്ഞും എവിടെ പോയിരിക്കുക? എനിക്കറിയില്ല. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഹണിമൂണിന് പോയിട്ടുണ്ടാവും. അതിന് നിനക്കെന്താ? ഹണിമൂണോ? അവര് കൊച്ചു പിള്ളേരല്ലേ മൈഥിലി, നടക്കട്ടെ എന്ന്. നീ പുളിങ്കൊമ്പാണെന്ന് കരുതി എന്റെ ആങ്ങളുടെ പുറകെ വെപ്രാളപ്പെട്ട് ഓടിയപ്പോ ആ സിംഹാസനത്തില് കാർത്തിക്കും മീനാക്ഷി പിടിച്ചിരുത്തി. അത് അവളുടെ ഭാഗ്യം. ദേ ഇണപ്രാവള് പറഞ്ഞു വരുന്നു. നിങ്ങൾ ഇതെവിടെ പോയതാ? ഒരു അക്ഷരം പറയാതെ. കുഞ്ഞിന് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കേണ്ടതാണെന്ന് അറിയില്ലേ? കുഞ്ഞിന് വിശക്കില്ലേ? നിർത്തി. നീ ആരോടാടി ചാടിക്കയറി സംസാരിക്കുന്നേ? കുഞ്ഞിന് ഫുഡ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ അതിന്റെ അച്ഛനും അമ്മയായ ഞങ്ങൾ തീരുമാനിക്കും. അവളൊരു അധികാരമായി വന്നിരിക്കുന്നു. അവൾക്ക് വയറ് നിറച്ചു കിട്ടി. അഭയം ചോദിച്ചു വന്നവളുടെ അധികാരഭാവം കണ്ടില്ലേ? കിട്ടുന്ന ആഹാരം വാങ്ങി കഴിച്ച് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വരരുത്. അല്ല, കുഞ്ഞ് പാല് കുടിച്ചില്ലല്ലോ എന്നോർത്ത്. കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കില്ലാത്ത ഉത്കണ്ഠ മൈഥിലിക്ക് എന്തിനാ?
നീ വലിച്ചെറിഞ്ഞിട്ട് പോയ കുഞ്ഞിന്റെ കാര്യത്തിൽ നിനക്കെന്തിനാ ടെൻഷൻ? അതൊന്നും വേണ്ട. എന്റെ ഭാര്യ മീനാക്ഷി ചോദ്യം ചെയ്യാനൊന്നും മൈഥിലിക്ക് അവകാശമില്ല. മൈഥിലി മീനാക്ഷിയോട് തട്ടിക്കയറിയാൽ മൈഥിലി എന്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ്? അത് പൊളിച്ച്. മൈഥിലി കുട്ടിക്ക് പാല് കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. അതുവരെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയും അങ്ങനെ തന്നെ മതി. സോറി കാർത്തി, ഐ എം എക്സ്ട്രീംലി സോറി. കുഞ്ഞിന് വിശക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അതിനൊന്ന് പാല് കൊടുത്തോട്ടെ. മീനാക്ഷി, ഇത് കുഞ്ഞിന് വിശന്നിട്ടോ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. ഞങ്ങളുടെ അമ്മമാര് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങള്. ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരെ ഓർത്തിട്ടാ ഈ മര്യാദ കാണിക്കുന്നത്. ഇതാ ഞങ്ങളുടെ സംസ്കാരം. മീനാക്ഷി, വാ. ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ മറ്റെന്താലോചിക്കാൻ? കുഞ്ഞിന്റെ പാല് കുടി അങ്ങ് അവസാനിപ്പിച്ചേക്ക്. അത് നല്ല കാര്യം. ആ പെണ്ണിന്റെ അഹങ്കാരം കുറെ കുറയും. കണ്ടോ, ദൈവമെല്ലാം വളരെ ക്രമമായി ഒരുക്കിയിരിക്കുന്നത് കണ്ടോ? ദൈവത്തിനല്ലാതെ മറ്റാർക്കാ അറിയുക വേണ്ടതെന്താണെന്നും വേണ്ടാത്തതെന്താണെന്നും? അവള് കുഞ്ഞിനെ മയക്കി വശത്താക്കാൻ പഠിച്ച പണിയെല്ലാം ചെയ്യുന്നുണ്ട്. പാല് കൊടുക്കുന്ന അമ്മയെ ഏതു കുഞ്ഞും അറിയാതെ സ്നേഹിച്ചു മീനാക്ഷി കൊച്ചെ. അത് ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും. ഏതു കുഞ്ഞും അമ്മയും തമ്മിൽ അറിയാത്തൊരു ആത്മബന്ധം ഉണ്ടാകും. അത് മീനാക്ഷി കൊച്ചനോടായിരുന്നു. പക്ഷേ മൈഥിലി പാല് കൊടുക്കാൻ തുടങ്ങിയതോടെ അത് മാറി. ഞാനാ വൈകമോളുടെ അമ്മ. ആ അവകാശം മറ്റാരും തട്ടിയെടുക്കുന്നത് എനിക്കിഷ്ടമല്ല മുത്തശ്ശ. അതാരും തട്ടിക്കൊണ്ടു പോവില്ല മോളെ. അക്കാര്യത്തില് എന്റെ മോള് വിഷമിക്കണ്ട. ആ, ഡോക്ടർ പറഞ്ഞതുപോലെ വൈകമോൾക്ക് ഇനി തിൻപാല് കൊടുക്കാം. ആ നശിച്ചവളുടെ പാലിനി കൊടുക്കണ്ട. അല്ല, ആ ശ്രീഹര എവിടെ? എപ്പോ ഇവിടെ വർത്താനം പറയാൻ നാവനൊക്കെ ആ സമയത്ത് നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളുന്നതാണല്ലോ. അവള് കുഞ്ഞിന് പാല് കൊടുക്കാൻ മുത്തശ്ശി. ദേ, ഇന്നത്തോടെ അത് നിർത്തിയേക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.